Hi, Namaste. Welcome back. Yes, welcome back to my channel Vintrader. ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൽ സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സിലൂടെ എടുത്ത ട്രേഡാണ്. മാർക്കറ്റ് നല്ല ഫ്ലക്ച്വേഷൻ ആണ് 5 മിനിറ്റ്സിൽ വരിക. പക്ഷേ നമുക്ക് ആക്യുറേറ്റ് ട്രേഡ് എങ്ങനെ കണ്ടുപിടിക്കാം 5 മിനിറ്റ്സിലൂടെ, കറക്റ്റായിട്ടുള്ള എൻട്രി എങ്ങനെ എടുക്കാം, എക്സിറ്റ് എങ്ങനെ ചെയ്യാം, ഇതിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം വരുന്നത് 30 1 hour ആണ്. പക്ഷേ 5 മിനിറ്റ്സിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ എല്ലാ സിറ്റിലും സക്സസ് ആകത്തില്ല. അതിൽ ആക്യുറേറ്റ് ട്രേഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇന്നത്തെ സ്കാൽപ്പിങ്ങിലെ പെർഫോമൻസ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ 3 മാർച്ചിലെ പെർഫോമൻസ് ആണ്. ഇന്ന് 11 മണിക്ക് ശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 11 മണിക്ക് സ്കാൽപ്പിങ്ങിൽ മാർക്കറ്റ് പെട്ടെന്നൊരു ഡൗൺ ഇറങ്ങിയെങ്കിലും തിരിച്ച് മാർക്കറ്റ് കയറിന് ശേഷമാണ് പിന്നെ 11:30 ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ആട്ടിറങ്ങിയത്. അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ഇറങ്ങി നിൽക്കുന്നു. ടോട്ടൽ 55 പോയിന്റ്സുകൾ ഇപ്പോഴും ഡൗണിലാണ് നിൽക്കുന്നത്. 2 ട്രേഡായിട്ട് നമുക്ക് ആ ഡൗൺ സൈഡ് എടുക്കാൻ പറ്റി. ഫസ്റ്റ് സിക്കിൾ വന്നതിന് ശേഷം കൺഫേം തിരിച്ചു പോയിട്ടാണ് പിന്നെ ഒരു ബ്രേക്ക് പോയത്. അവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത എൻട്രി എവിടെ നിന്നാണെന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇവിടെ കാണും. ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1ൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ 8 ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകം നമ്മുടെ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ എക്സ്ട്രാക്കൾ കാണിച്ചു തരും. പിന്നെ സിക്കിൾസ് വന്നു കഴിഞ്ഞാൽ കൺഫേം അല്ല, മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് സ്റ്റാൻസ് ഉണ്ടെങ്കിൽ അവിടെ കൺഫേം തരൂല. അപ്പം ഇന്നത്തെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ 11:05 വന്ന് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് സോഫ്റ്റ്വെയർ താഴെ കൺഫേം തന്നില്ല. ഇവിടെ ലൈൻ മാത്രമായിട്ട് റെഡ് ആവുകയാണ് ചെയ്തത്. ക്യാൻഡിലും റെഡായി, പക്ഷെ താഴെ അവിടെ ഗ്രീൻ ആണ് കാണിച്ചിരുന്നത്. അവിടെ മാറിയിട്ടില്ല, അവിടെ ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഫർമേഷൻ വന്ന് പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറിയതിന് ശേഷമാണ് പിന്നെ ബ്രേക്കൗട്ട് വന്നത്. നമുക്ക് അപ്രോക്സിമേറ്റ് നമ്മളെ ട്രേഡ് നമ്മൾ എടുത്തത് 5355 നിന്നാണ്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങി 5282 വരെയൊക്കെ പോയിട്ടാണ്. നല്ലൊരു ഡൗൺ ഇൻഡിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ച് റിട്രേസ്മെൻറ്റ് പോയി, പുൾ ബാക്ക് പോയി, പിന്നെ തിരിച്ച് രണ്ടാമത് ഒരു ഡൗൺ സൈഡ് പിന്നെ ഇറങ്ങിയത് അപ്രോക്സിമേറ്റ് 5280 പിന്നെ മാർക്കറ്റ് ഇറങ്ങി. ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 5284 വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തിരിച്ച് മാർക്കറ്റ് കുറച്ച് കയറി. പക്ഷെ നല്ലൊരു ട്രേഡായിരുന്നു. 2 ട്രേഡ് എടുക്കാൻ പറ്റി. ഫസ്റ്റ് ട്രേഡ് ബ്രേക്കൗട്ടിന് ശേഷം ഫസ്റ്റ് സപ്പോർട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെയും രണ്ടാമത് മാർക്കറ്റ് തിരിച്ചിറങ്ങി. ഇവിടെ പുൾ ബാക്കാന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ സോഫ്റ്റ് താഴെ അവിടെ കൺഫർമേഷൻ ബാർ മാറത്തില്ല. തിരിച്ച് ലൈൻ മാത്രമായിട്ട് കയറി തിരിച്ച് അവിടെ നിന്ന് ഒരു അടുത്ത ബ്രേക്കൗട്ട് വരികയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ താഴത്തെ കൺഫർമേഷൻ ഇപ്പോൾ ഒരു സിക്കിൾ വന്നാൽ താഴെ കൺഫർമേഷൻ ബാർ നോക്കണം, ക്യാൻഡിൽ നോക്കണം. അതേപോലെ കൺഫർമേഷൻ വരുന്ന സമയത്ത് 2 ലെവലും താഴത്തെ ബാറും ക്യാൻഡിൽ കളും കൂടെ ഒരുമിച്ച് വന്നതിന് ശേഷം സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താലേ എൻട്രി എടുക്കാം. ഇപ്പോൾ ഇവിടെ കൺഫേം ആയി എന്ന് പറഞ്ഞാൽ അവിടെ എൻട്രി സപ്പോർട്ട് ഇവിടെയാണ് ബ്രേക്ക് ചെയ്ത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ നല്ല രീതിയിൽ ഡൗൺ പോയിട്ടുണ്ട്. നല്ല എൻട്രി ആയിരുന്നു. അവിടുന്ന് നല്ലൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബ്രേക്ക് ഔട്ടിൽ നമ്മുടെ സോഫ്റ്റ് കറക്റ്റ് അവിടെ ട്രേഡ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ സെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ലാസ്റ്റ് നമ്മൾ 11:30 എൻട്രി വന്നത്. അവിടെ മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം തിരിച്ചിപ്പോൾ രണ്ടാമത്തെ ബ്രേക്ക് ഔട്ടിന് പിന്നെയും ഇറങ്ങിയിട്ടുണ്ട്. 2 ടാർഗറ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ഇറങ്ങി നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ 1 മിനിറ്റിൽ വീക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് 1 മിനിറ്റിലൊന്ന് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ ഒരു ബൈ ആയിട്ടുള്ള നമുക്ക് ട്രേഡ് വേണമെങ്കിൽ നമുക്ക് അതായത് സ്കാൽപ്പിംഗ് ട്രേഡേഴ്സിന് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് റിവേഴ്സ് ഒരു ചെറുതായിട്ട് മാർക്കറ്റ് കയറാൻ ശ്രമിക്കുന്നു. അപ്പം നമുക്ക് സ്കാൽപ്പിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രേഡ് റിവേഴ്സിൽ വരുന്ന സമയത്ത് ഇവിടെ കാണിച്ചു തരും. പക്ഷേ താഴെ നോക്കുന്ന സമയത്ത് നമുക്കവിടെ റെഡാണ് കാണിച്ചെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങും. അപ്പം നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ഇവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം പുൾ ബാക്ക് നമുക്ക് റിവേഴ്സിലല്ലാതെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. താഴെ അവിടെ നമുക്ക് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റിലാണെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ഇവിടെ റീ എൻട്രി തരികയും ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയർ. ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 57 പോയിന്റ്സ് ഡൗൺ ആണ് ഇപ്പോൾ. ഓക്കെ, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതേപോലെയാണ് സിൽവറിന് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സ് ആണ് ബെറ്റർ ടൈം ഫ്രെയിം. 2 ദിവസമായിട്ട് മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയും ഇറങ്ങി, ഇന്നും ഇറങ്ങി. നമുക്ക് മോർണിംഗിൽ തന്നെ സെല്ല് തന്നിട്ടുണ്ട്. പക്ഷേ കൺഫേം ആയി ബ്രേക്കൗട്ട് പോയത് നമുക്ക് ഈവനിങ് സെക്ഷനിലാണ്. അത് കഴിഞ്ഞ് ഇന്നും മാർക്കറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ സപ്പോർട്ട് അടിച്ച് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് പോയി. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറുടെ സെല്ല് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. 30 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷേ 5 നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡിന് 5:15 നമുക്ക് ഉപയോഗിക്കാം. പ്രോപ്പർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കറക്റ്റ് ലെവൽ കൺഫേം ആകുമ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ റിട്രേസ്മെൻറ്റിൽ പുൾ ബാക്കിൽ നമ്മുടെ അവിടെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ലൈവിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു.